ഏത് രീതിയിൽ വേണമെങ്കിലും എനിക്കത് നെഗറ്റീവ് ആവാവുന്ന രീതി വരും. പക്ഷെ എൻ്റെ പരിമിതമായ അറിവിനും ബുദ്ധിക്കും തോന്നിയ രീതിയിലാണ് ഞാൻ അതിനോട് പ്രതികരിച്ചത്. അപ്പൊ അത് എന്റെ ശരിയാണത്. വലുപ്പ ചെറുപ്പത്തിന്റെ പേരിൽ സിനിമാ രംഗത്ത് പലരും നേരിടുന്ന അവഗണനയെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ആസിഫ് അലിയുടെ പ്രതികരണം. രമേശ് നാരായണനുമായുള്ള വിവാദം സിനിമയുടെ പ്രൊമോഷന് സഹായിക്കില്ലേ എന്ന ചോദ്യത്തിന് അതിന്റെ ആവശ്യം തനിക്കില്ലെന്ന് മറുപടി. വിവാദത്തിൽ പിന്തുണ അറിയിച്ച് ദുബായിലെ ബോട്ടിന് ആസിഫ് അലി എന്ന് പേരിട്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: റൊഷാക്കിന്റെ ട്രെയിലർ വന്ന സമയത്ത് മുഖംമൂടി ഇട്ടിരുന്ന എന്റെ കണ്ണ് തിരിച്ചറിഞ്ഞ് മലയാളികൾ എന്നെ മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ട്. എന്റെ കണ്ണ് കണ്ടാലും ഇന്ന് മലയാളിക്ക് മനസ്സിലാവുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്റെ ജീവിതത്തിലെ വലിയൊരു അംഗീകാരമായിരുന്നു. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ കിട്ടിയ ഒരു സപ്പോർട്ടാണിത്. പുതിയ ചിത്രമായ അഡിയോസ് അമിഗോയുടെ ഗൾഫ് പ്രചരണാർത്ഥം ദുബായിലെത്തിയതായിരുന്നു ആസിഫ് അലി. കോമഡിയിലേക്കുള്ള തന്റെ തിരിച്ചുവരവാണ് ചിത്രമെന്ന് നടൻ സുരാജ് വെഞ്ഞാറമ്മൂട് പറഞ്ഞു. സംവിധായകൻ നഹാസ് ബഷീർ, തിരക്കഥാകൃത്ത് തങ്കം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.